നമസ്കാരം. പതിരും കതിരും. മയങ്ങിപ്പോയി ഒന്നു മയങ്ങിപ്പോയി. ഹരിവരാസനം കേട്ട് പൊന്നമ്പല വാസവൻ ഒന്ന് മയങ്ങിപ്പോയി. പാപത്തിന് 10 കാശിൻ്റെ പോലും കണക്കറിയില്ല. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൻ്റെ മയക്കം വീട്ടുണർന്നപ്പോഴാണ് അമ്പലമന്ത്രി വാസവൻ അറിയുന്നത് അയ്യപ്പനെ ആപാദചൂടം കമിഴ്ത്തിയ കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെയും സുപ്രീം കോടതി പറഞ്ഞു സകല പരിധിയും വിട്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇതിലും ഭേദം കട്ടപ്പാരയും എടുത്ത് കക്കാനിറങ്ങുന്നതാണ് നല്ലതെന്ന് കോടതിയും നിരീക്ഷിക്കുന്നു. പാർട്ടിയും സർക്കാരും ഇപ്പോഴും പക്ഷേ പറയുന്നു സ്വർണം കട്ടത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന്. ചില്ലി കാശ് പോലും ശബരിമലയിൽ നിന്നും സർക്കാർ എടുത്തില്ല എന്നാണ് വാസവൻ പറയുന്നത്. ഞങ്ങൾ പശ്ചാത്തല സൗകര്യം ഒരുക്കിയതേ ഉള്ളു പോലും. ശരിയാണ്, മോഷ്ടിക്കാനുള്ള പശ്ചാത്തല സൗകര്യം പപ്പനും പ്രശാന്തിനും വാസുവിനുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്തിനാ നേരിട്ടെടുക്കുന്നത്? വീതം കിട്ടുമ്പോൾ നടുത്തുണ്ടെന്ന് നോക്കി കൈപ്പറ്റണം. സഖാക്കൾ സ്വർണം മാത്രമല്ല അടിച്ചു മാറ്റിയത്, നെയ്യും കുങ്കുമവും ഭസ്മവും വരെ കട്ടു. സഖാക്കൾ മോഷ്ടിക്കുന്നതിനെ ഒരിക്കലും മോഷണമെന്ന് വിളിച്ചുകൂടാ. അത് വിഭവ സമാഹരണം മാത്രമാകുന്നു. ക്ഷേത്രത്തിൽ നിന്നും സഹകരണ സംഘത്തിൽ നിന്നും ഖജനാവിൽ നിന്നും എല്ലാം എത്രമാത്രം വിഭവങ്ങളാണ് അവർ സമാഹരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന വിഭവങ്ങളെല്ലാം AKG സെൻറ്ററിലിട്ട് തരം തിരിച്ച് പട്ടിണി പാവങ്ങൾക്ക് തുല്യമായി വീതം വെച്ച് കൊടുക്കും. അതാണ് സോഷ്യലിസം. ഒരു കാര്യം മന്ത്രി വാസവൻ പ്രത്യേകം പറഞ്ഞത് കേട്ടു. അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടല്ലേ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ചും കോടതി നിയമിച്ച ഒരു സ്പെഷ്യൽ കമ്മീഷനും ഉള്ളതുകൊണ്ട് മാത്രം ശബരിമലയിൽ കൊടിമരത്തിരിവർ ചെങ്കൊടി ഉയർത്തുന്നില്ല എന്ന് മാത്രം. എന്നിട്ടും ഇത്രയും കൊള്ള നടന്നു. ഇതറിയുമ്പോഴാണ് ഈ ഭീകര ജീവികളെ സമ്മതിക്കേണ്ടത്. അയ്യപ്പ സംഗമത്തിന് എത്ര കോടി വാരി വിതറി, പക്ഷേ അതിൻ്റെ കണക്കൊന്നും ഇപ്പോൾ കോടതിക്ക് കൊടുക്കാനില്ല. പഴയിടം തിരുമേനിയുടെ കൈപ്പുണ്യം നുകരാൻ ഭാഗ്യം കിട്ടിയത് പമ്പയിലെ വേസ്റ്റ് കുഴികൾക്ക് മാത്രമായിരുന്നു. എന്തൊക്കെ ചർച്ചകളാണ് വിവിധ സെഷനുകളായി അവിടെ നടന്നത്. അതിൻ്റെയൊക്കെ ഫലം എന്തായി എന്ന് മാത്രം ആരോടും ചോദിക്കരുത്. പത്തനംതിട്ടയിൽ നിന്നും പെരുന്നാട്ടിൽ നിന്നും ഒരു 100 കമ്മിസ്വാമിമാരെ കൊണ്ടുപോയി ഇരുത്തിയിരുന്നെങ്കിൽ അവരെങ്കിലും വയറ് നിറച്ച് വല്ലതും കഴിച്ചേനെ. ജർമ്മൻ പന്തലിൽ കസേരകൾ സുഖിച്ച് തണുത്ത് വെറുതെ കിടന്നു. പമ്പാതീരത്ത് വിശ്വാസ സംഗമം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂറ്റം ബോർഡിൽ പിണറായി വിജയനും വാസവനും ഏറ്റവും മുകളിൽ ഒരു കറുത്ത പൊട്ട് പോലെ അയ്യപ്പനും ഇരുന്നു. വിജയനും വാസവനും വെള്ളാപ്പള്ളിയും മൂന്നും കൂടി അവിടെ സംഗമിക്കുകയായിരുന്നു. അതിനുശേഷമുണ്ടായ സംഭവങ്ങളൊക്കെ എന്തുവായിരുന്നു? പരിപാടി കേരളയിൽ പോലെ ചീറ്റിപ്പോയി. അവിടെ മഞ്ഞക്കുറ്റി കുഴിച്ചിട്ടു, ഇവിടെ സദ്യ കുഴിച്ചു മൂടി. സകലത്തിനും കണക്ക് ചോദിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട കോടതി ഒന്ന് നിർത്തിക്കൂടെ? ഇതാണ് ഇപ്പോൾ സഖാക്കളുടെ ചോദ്യം. ഒന്നിൻ്റെയും കണക്ക് ഞങ്ങളോട് ചോദിച്ചേക്കരുത്. പാർട്ടി ബഹുജനങ്ങൾക്ക് മുമ്പിലെ കണക്ക് പറയും. പൊതുജനങ്ങളോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. കണക്ക് ചോദിക്കുന്നവരൊക്കെ വർഗവഞ്ചകരാണ്. ബഹുമാനപ്പെട്ട കോടതിയെ ഇവർ വർഗവഞ്ചകർ എന്ന് വിളിക്കാതിരിക്കയില്ല. പമ്പയിൽ ചെലവായ വരവ് ചെലവ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സംഗമം കഴിഞ്ഞൊരു മണ്ഡലകാലവും മകരവിളക്കും കഴിഞ്ഞു. കുംഭം വരാറായി. ഇതുവരെ കണക്ക് ഒത്തുവരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കടന്ന് കയ്യായിപ്പോയെന്ന് സുപ്രീം കോടതി പറയുമ്പോഴും ഗോവിന്ദനും വാസവനും പറയുന്നത് ഒരു തരി സ്വർണത്തിൻ്റെ കണക്കാണ്. അത് നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്താൽ എല്ലാം പുറത്തു വരുമെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി അത് ചെയ്യാത്തത്? സ്പോൺസർഷിപ്പിലൂടെ അയ്യപ്പ സംഗമത്തിൽ 4 കോടി കിട്ടി. ചെലവ് 7 കോടിക്ക് മുകളിലായി. ഇപ്പോൾ പറയുന്നു ദേവസ്വം ബോർഡ് കടം കയറി മുടിഞ്ഞു എന്ന്. പാപം ദേവസ്വം. ഭഗവാനുള്ള നിത്യനിദാന ചെലവുകൾക്ക് പോലും കാശില്ലാതായി. ഭഗവാന്മാർക്ക് ആവശ്യമില്ലാത്ത നിവേദ്യവും അഭിഷേകങ്ങളുമൊക്കെ കുറയ്ക്കാനും തീരുമാനമെടുക്കും. ദിവസം 3 നേരമുള്ളത് 1 നേരമായി ചുരുക്കണം. പാവങ്ങളെപ്പോലെ ഭഗവാന്മാരും മുണ്ടുമുറുക്കി അങ്ങോട്ട് കിടക്കട്ടെ. 40 രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികൾ വന്ന് മറിയുമെന്നാണ് കേട്ടത്. സംഗമം കഴിഞ്ഞപ്പോൾ ആഗോളതലത്തിൽ അയ്യപ്പൻ വളരുമെന്നും പറഞ്ഞു. പക്ഷേ ആഗോളതലത്തിൽ നടന്ന ഒരു മോഷണ കഥയാണ് പൊന്തി വന്നത്. വികസന ജാഥയിൽ പ്രസംഗിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ്. ശബരിമലയിൽ കോൺഗ്രസ് കയറ്റിയ പോറ്റിയെയും കൊണ്ട് നാട് മുഴുവൻ കറങ്ങിയ സുരേന്ദ്രൻ പറയുകയാണ് എനിക്കൊന്നും ഓർമ്മയില്ലെന്ന്. ഇവർക്ക് പിണറായി സർക്കാർ വീണ്ടും വരുമെന്നുള്ളതിന് ആകെയുള്ള ഒരു വിശ്വാസം എന്താണെന്നറിയാമോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായിക്കും കുടുംബത്തിനുമെതിരെ ഏതെല്ലാം തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് വിവാദങ്ങളാണ് വന്നത്. എന്നിട്ടും പിണറായി വീണ്ടും വന്നു. അങ്ങനെ സ്വർണ്ണക്കൊള്ളയൊന്നും ഒരു വിഷയമേ അല്ല എന്ന് ഇവർ കരുതുന്നു. ഡിപ്ലോമാറ്റിക് ബാഗിലും ബിരിയാണി ചെമ്പിലും സ്വർണ്ണക്കടത്ത് നടത്തിയതുപോലെയല്ല അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ള എന്നറിയില്ല ഈ ബെടുവകൾക്ക്. കടകംപള്ളിയും PS പ്രശാന്തും കൂടി അകത്തു പോകുന്നതോടെ ഈ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കൂ.
എല്ലാവരെയും അകത്ത് വിട്ടിട്ട് വേണം പിണറായിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ.